ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് കെജ്രിവാൾ. മാർച്ച് 12-ന് ശേഷമുള്ള ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാമെന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇത്തരത്തിൽ പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടും ഇഡി സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരാകാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മാർച്ച് 12-ന് ശേഷം വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാമെന്ന് പറയുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ആതിര, 8ാമത്തെ തവണയാണ് എൻഫോഴ്സ്മെന്റ് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് അയച്ചത്. പക്ഷേ ആ നോട്ടീസിന് ഇപ്പോൾ കെജ്രിവാൾ ഒരു മറുപടി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ തനിക്ക് പ്രശ്നമില്ല എന്ന ഒരു മറുപടി എൻഫോഴ്സ്മെന്റിന് ഇപ്പോൾ കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും പകരം മാർച്ച് 12-ന് ശേഷം ഉള്ള ഒരു ദിവസം ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നതാണ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റിന് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെജ്രിവാൾ പറയുന്നത് നേരിട്ട് ഹാജരാകില്ല എന്നതാണ്, വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാം എന്നും ഇപ്പോൾ കെജ്രിവാൾ എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി ഉൾപ്പെടെ തുടക്കം മുതൽ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു വിമർശനം ഉയർത്തുന്നുണ്ട്. ആ ഒരു വിമർശനത്തിന് ശരി, വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് കെജ്രിവാൾ അറിയിച്ചിരിക്കുകയാണ്. മാർച്ച് 12-ന് ശേഷമുള്ള ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന്, അതും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാമെന്നാണ് കെജ്രിവാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.